ഹലോ. വാലേക്കും വലൈക്കുമുസ്സലാം. ഇയാക്കത്തല്ലേ? അതെ. ഞാൻ മുരിങ്ങാടി മലപ്പുറം ജില്ല. ആ, നിങ്ങളെ വീഡിയോസ് ഒക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. അത് ശരി. അതാണ് വിളിച്ചതാണ്. ആ, നമ്മള് വലിയ പാണ്ഡിത്യമുള്ള ആളൊന്നുമല്ല. നമ്മള് സാധാരണ ഒരു ആ. വിവരമില്ലാത്ത ഒരാളാണ്. ഇല്ല, എത്ര നമുക്കൊക്കെ വിവരക്കുറവുണ്ടാവും, എന്നാലും നമുക്കൊരു വിവരം ഉണ്ടാവുമല്ലോ. ആ ഉം. ഞാൻ ഒരു സംശയം ചോദിക്കാൻ വിളിച്ചാണ്. ആ, ഈ ദുനിയാവില് സ്വർഗവും നരകമൊക്കെ ഉണ്ടാ? ദുനിയാവില് സ്വർഗം എന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സിലില്ലേ. നമ്മള് സ്വർഗം എന്ന് സങ്കല്പിച്ച സ്വർഗം, നരകം എന്ന് സങ്കല്പിച്ച നരകം, അത്രേ ഉള്ളൂ. അല്ല, ഉം. എന്താ അങ്ങനെ ഒരു ചോദ്യം? നമ്മളെ മനസ്സിലുള്ള അല്ല, മാതിരിയാണ്. നിങ്ങൾക്ക് ഇപ്പൊ എത്ര വയസ്സായി? എനിക്ക് 55. 75? 55 55. 55 വയസ്സിന്റെ ഇടയിൽ നിങ്ങൾ എവിടെയെങ്കിലും ഇത് കണ്ടുക്കണോ? എന്ത്? സ്വർഗം നരകം എന്തേലും? അല്ല, ഇവിടെ കുറെ പാവപ്പെട്ടവര് ജീവിക്കുന്ന, നരകമായിട്ട് ജീവിക്കുന്നവരുണ്ട്, കുറെ ഉം. മുതലാളിമാര് സ്വന്തമായിട്ട് ജീവിക്കുന്നവരുണ്ട്. ആ, നരകവും സ്വർഗവും ഇവിടെ കാണിക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പൊ ഉസ്താദന്മാർ എന്ത് ചെയ്യുമെന്ന് വെച്ചാല് പാവപ്പെട്ടവരോട് പറയും നിങ്ങൾക്ക് ഇതിനൊക്കെ പകരം നാളെ സ്വർഗം കിട്ടും. മുതലാളിമാരോട് ഉസ്താദന്മാർ പറയും നിങ്ങൾക്ക് ഇതൊക്കെ ഒരു പരീക്ഷണാണ്, നിങ്ങൾ നല്ലോണം നോക്കിയില്ലേ നിങ്ങൾക്ക് നരകത്തിൽ പോകേണ്ടി വരും എന്ന് പറയും. അപ്പോ രണ്ടു കൂട്ടരും മൂല്യന്മാർക്ക് ഇച്ചിരിച്ച പൈസ കൊടുത്തിട്ട് ഞങ്ങളെ സ്വർഗത്തിന് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് തേർക്കണം എന്ന് പറയും. മൂല്യരും ഹാപ്പി, പാവപ്പെട്ടവനും ഹാപ്പി, പണക്കാരനും ഹാപ്പി. അത്രേ ഉള്ളൂ. ഉം. അത് നമ്മള് ഈ ഖുർആന് ഘട്ടം ഘട്ടമായിട്ട് മനുഷ്യന്മാർക്ക് ഇറക്കി കൊടുത്തല്ലേ? ഘട്ടം ഘട്ടമായിട്ട് എന്തിനാ കൊടുക്കണ? ഖുറാനാണ് ഒറ്റ 30 ജ്യൂസായിട്ട് കൊടുത്തൂടെ? ആ, അല്ല, അങ്ങനല്ലേ മനുഷ്യന്റെ ഓരോരോ നന്മ തിന്മകൾ. മനുഷ്യന്റെ ഘട്ടം ഘട്ടം നന്മയും തിന്മയും ഘട്ടം ഘട്ടമായിട്ടൊന്നല്ലല്ലോ ഉണ്ടാവണേ. നന്മയും തിന്മയൊക്കെ എല്ലാ കാലത്തും നന്മയും തിന്മയും തന്നെയല്ലേ. ഇപ്പൊ കൊല്ലരുത് എന്ന് പഠിപ്പിക്കുന്നത് 15ാമത്തെ കൊല്ലാണെങ്കിൽ 14 കൊല്ലം കൊന്നത് എന്താക്കും? കള്ളു കുടിക്കരുത് എന്ന് പഠിപ്പിക്കുന്നത് 15 കൊല്ലം കഴിഞ്ഞിട്ടാണ്. അപ്പൊ 15 കൊല്ലന്മാര് കള്ളു കുടിച്ചു നടന്നില്ലേ? അപ്പൊ അതോ? പിന്നെ ഖുർആനിൽ കണ്ടമാനം സ്ഥലത്ത് റഹ്മാൻ. കേൾക്കണില്ല, നിങ്ങളെ റേഞ്ച് കുറവാണു. അല്ല, എനിക്കൊന്നാമത് ഈ ചെവി കേൾവി കുറവിന്റെ ഒരാളാണ്. അപ്പൊ ഞാൻ അല്ല, ഈ നിങ്ങൾ പറയണത് എനിക്ക് ക്ലിയർ ആവാത്താണ്. അപ്പൊ ചിലപ്പോ റേഞ്ചിന്റെ കുറവായിരിക്കും. അത് ശരി. ഉം. അല്ല, ഞാനെന്താ ഈ സൗണ്ട് സ്പീക്കർ സ്പീഡ് കൂട്ടിയിട്ടാണ് എടുത്തത്. ആ, അപ്പൊ എനിക്ക് ചെവി കേൾവി കുറവാണ്. ആ. അപ്പൊ ഞാൻ ഇത് അങ്ങനെ അപ്പൊ എനിക്ക് കേൾക്കുള്ളൂ. അതിനൊക്കെ ഇപ്പൊ നമുക്ക് ചെറിയ ചെറിയ ഡിവൈസുകൾ കിട്ടും. ഒന്ന് ഡോക്ടറെ കാണിച്ചാലേ ചെറിയ ഒരു അല്ല, എനിക്കിപ്പോ ആ മെഷീൻ വെച്ചിട്ടാണ് ഇപ്പൊ ഞാൻ സംസാരിക്കുന്നത്. ശ്രവണ സഹായം ഉണ്ടല്ലോ. ആ, ഉം. അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മളെ മനുഷ്യന്റെ അവസ്ഥ. അത്രേ ഉള്ളൂ. ആ മനുഷ്യന്റെ മാത്രല്ല, എല്ലാ ജീവികളുടെ അവസ്ഥ അത്രയൊക്കെ ഉള്ളൂ. ഇത്രേ ഉള്ളൂ. പിന്നെ ഉം. നമുക്ക് എന്താ കൂടെ അഹങ്കരിക്കാനൊന്നും എന്നിട്ട് ഒന്നുമില്ല. എന്തിനാ അതിനെ അഹങ്കരിക്കുന്ന മനുഷ്യന്മാര്? നമ്മള് ഒരു ശക്തി ഉണ്ട് തന്നെ, ആ ശക്തിനോട് ഉള്ള ഒരു വിശ്വാസേ. പിന്നെ ശക്തി ഉണ്ടെന്ന് ഇപ്പൊ നമുക്കിതൊക്കെ ഒരു വിശ്വാസല്ലേ. ചില ആൾക്കാർ ശക്തി, വേറെ വേറെ ശക്തികളല്ലേ, ഓരോരുത്തർക്കും ഓരോ ശക്തിയല്ലേ. നമ്മള് ക്രിസ്ത്യാനികൾക്ക് വെറും ഒരു ശക്തി, ഹിന്ദുക്കൾക്ക് വേറെ ശക്തി, നമുക്ക് വേറെ ശക്തി, നമ്മള് അങ്ങനെ. വെറും ഒരു പുഴുക്കളല്ലേ? ഏ നമ്മള് വെറും ഒരു പുഴുക്കളല്ലേ? നമ്മളൊരു പുഴുവായിട്ടെങ്കിലും ഇവിടെ ഉണ്ടല്ലേ. ശക്തി എവിടെയെന്നൊരു പിടിയില്ലല്ലോ. ശക്തി എന്നാലും ഉണ്ടാവുമല്ലോ. അറിയില്ല, അതിപ്പോ നമ്മളൊരു ചിന്തയല്ലേ. പുഴുവാണെങ്കിൽ നമുക്ക് കണ്ണാടിയിലൊക്കെ കാണാലോ. ആലോചിങ്ങള്. അപ്പൊ അള്ളാനെ നിങ്ങൾ നേരിട്ട് കണ്ടാൽ മാത്രമേ വിശ്വസിക്കുള്ളൂ. അങ്ങനെയല്ലെന്ന്, നേരിട്ട് കാണുന്ന നിർബന്ധമല്ല. ഇപ്പൊ നമ്മള് നേരിട്ട് കാണാത്തതൊക്കെ വിശ്വസിക്കുക. അമേരിക്ക ഉണ്ട്, നമ്മൾ വിശ്വസിക്കുന്നില്ലേ? ആ, അമേരിക്ക ഇല്ലേ? ഉണ്ട്. അപ്പൊ അതിനിപ്പോ കാണൊന്നും വേണ്ടേ. അതുണ്ടെന്ന് നമുക്ക് വിശ്വസിച്ചൂടെ? പക്ഷെ അതിനൊരു തെളിവ് വേണം. എന്തേലൊക്കെ ഒരു തെളിവ് വേണം. നിങ്ങൾക്കും എനിക്കും ഒരേപോലെ ബോധ്യപ്പെടുന്ന തെളിവ് അമേരിക്കന്റെ കാര്യത്തിലുണ്ട്, ഇല്ലേ? ആ, ആ. ഉണ്ട്. പക്ഷെ അപ്പൊ അള്ളാന്റെ കാര്യത്തിലില്ല. അത് അള്ള മറിഞ്ഞിരിക്കുന്ന ഒരു സംഭവമല്ല. ഇപ്പൊ നമുക്കിപ്പോ എന്തിനിപ്പോ ഇങ്ങനെ മറിഞ്ഞിരിക്കണം? അള്ള അത്ര കഷ്ടപ്പെട്ട് എന്തിനാ മറിഞ്ഞിരിക്കണേ? നമുക്കിപ്പോ ഒരു കാറ്റടിക്കുന്നുണ്ട്, അത് നമ്മൾ കാണുന്നില്ല. നമ്മുടെ മേത്ത് കൊള്ളണില്ലല്ലോ. അത് നമ്മൾക്ക് നമ്മൾ അതിന്റെ കാറ്റാടി ഇങ്ങനെ നീട്ടി പിടിച്ചാൽ കറങ്ങും ചെയ്യും. അപ്പൊ കാറ്റുണ്ടല്ലോ. ഏഹ് കാറ്റാടി ഇങ്ങനെ നീട്ടി പിടിച്ചാൽ കറങ്ങും ചെയ്യും. അല്ല, കാറ്റടിന്റെ അല്ല, നമ്മൾ പ്രകൃതിയിൽ നിന്ന് തന്നെ കാറ്റടിക്കണേ. ആ, അപ്പൊ അത് നമുക്കൊരു ആസ്വാദനം നമ്മുടെ ശരീരത്തിൽ കിട്ടുന്നില്ല. അത് നമ്മൾ മറിഞ്ഞൊരു സംഭവമല്ലേ? അതെ, മറിഞ്ഞ സംഭവം എന്നല്ല, നമുക്ക് മനസ്സിലാവുന്ന കാര്യല്ലേ, അനുഭവപ്പെടുന്ന കാര്യല്ലേ.
ഈ അള്ളാന്ന് പറയണത്, ഈ ശുദ്ധമായിട്ട് അള്ളാന്നു ദൈവം എന്നൊക്കെ പറയണേന് ഈ പറയുന്ന ഈ തൊള്ളിന്ന് വരുന്ന കാറ്റല്ലാതെ വേറെ എന്തെങ്കിലും തെളിവുണ്ടോ? ഇല്ലല്ലോ. ഇതിപ്പോ ആർക്കും കാണിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല. അതാ പറഞ്ഞേ. ഉള്ളപ്പോ അങ്ങനെ ഇപ്പൊ നേരിട്ട് വരാൻ. തെളിവില്ലാത്തൊരു കാര്യം ഉണ്ട് എന്ന് പറഞ്ഞ് വാശി പിടിക്കണ എന്തിനാണ്? അത് അല്ല ഉണ്ട്, അങ്ങനെ അല്ല ഉണ്ടാവാം എന്ന് അതിപ്പോ വിശ്വസിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. ഞാൻ പറയട്ടെ, ഇപ്പൊ ഇതിന്റെ ഒരു പിന്നിലൊരു ശക്തി ഉണ്ടാവും ചിലപ്പോ, അല്ലെങ്കിൽ ഉണ്ടാവാം, അല്ലെങ്കിൽ ഉണ്ട് എന്ന് തോന്നുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അയിമ നിക്കണില്ലല്ലോ. ആ ശക്തിന്റെ അടുത്ത് പോയി വന്ന ആൾക്കാര് ആ ശക്തിന്റെ അടുത്ത് നിന്ന് കൊടുത്തയച്ച സാധനങ്ങള്, കല്ല്, ബുക്ക്, ആ ആ ശക്തിന്റെ അടുത്ത് പിന്നെ ആ ശക്തി എന്തൊക്കെ ചെയ്യാൻ പോണെന്ന്, അതായത് ഈ പ്രപഞ്ചത്തിന്റെ പിന്നിൽ നമുക്കൊന്നും അനുഭവിക്കാൻ പറ്റാത്ത ശക്തി അയാൾ ആ എവിടെയാ ഇരുന്നതെന്നും ആള് എന്നാ ഉണ്ടായത്, എന്നാ ഇനി അവസാനിക്കുക, ആ ഇതിനെക്കുറിച്ചും അതേമാതിരി അയാൾ നാളെ ചെയ്യാൻ പോണ കാര്യങ്ങളൊക്കെ മുൻകൂട്ടി നമ്മളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാര്. അപ്പൊ ഇതെന്താ അത്? ആ അതെന്താ നമ്മള് തന്നെ ഇപ്പൊ നമുക്കൊരു പ്രകൃതിക്ഷോഭം വരുമ്പോഴത്തിന് നമ്മൾ വിറക്കുന്ന ഒരു മനുഷ്യന്മാരാ. പ്രകൃതി ഇപ്പൊ മഴ, ഇപ്പൊ നിങ്ങക്ക് പ്രകൃതിക്ഷോഭം ഇതൊക്കെ മനുഷ്യന്മാർക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടല്ലോ. ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാവണത്, എങ്ങനെയാണ് ഉണ്ടാവണത്. അതുകൊണ്ടല്ലേ ഇപ്പൊ നമുക്ക് ഈ റെഡ് അലേർട്ടും യെല്ലോ അലേർട്ടും ഓറഞ്ച് അലേർട്ടൊക്കെ തന്നെ. എന്നിട്ട് നമ്മൾ രക്ഷപ്പെടുന്നുണ്ടോ? അല്ല, അത് അതാ പറഞ്ഞത്, മനുഷ്യന്മാർക്ക് ചെയ്യാൻ പറ്റുന്ന മനുഷ്യന്മാർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്നിട്ട് നേരത്തെ നമ്മൾ പറഞ്ഞ ശക്തി എവിടെയെന്ന് ഒരു പിടുത്തല്ലേ. അല്ല എന്നിട്ട് നമ്മൾ രക്ഷപ്പെടണില്ലല്ലോ. അത് രക്ഷപ്പെടില്ല. ഇപ്പൊ കാറ്റും മഴയൊന്നും വന്നില്ലെങ്കിലും അവസാനം നമ്മൾ അവസാനിക്കുമല്ലോ. അപ്പൊ ഈ അവസാനിക്കുമ്പോൾ അതൊരു ഉം. ഒരു 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 എന്താ ഇപ്പൊ പറയാ, അതൊരു ശക്തി തന്നെയല്ലേ. എന്ത് ശക്തി? അത് അള്ളാഹുവിന്റെ ഒരു. ശക്തിയൊന്നും ഇല്ലാതാവുമ്പോഴാണല്ലോ അത് കാറ്റ് പോണത്. നമ്മള് നമ്മളിപ്പോ ഒന്നുമില്ലാതെ ഒരു പിന്നെ ഈ ബീജത്തിൽ നിന്ന് ഉണ്ടായ ഒരു സാധനമാണ് നമ്മളോട്. ഒന്നും ഇല്ലാതെ അല്ല. അപ്പൊ ഇതിന്നാണ് ഉണ്ടായത്, നിങ്ങൾക്ക് അറിയാലോ. ഒന്നും ഇല്ലാതെ ഉണ്ടായതല്ലല്ലോ. അതന്നെ നമ്മളൊരു ഉം. വെറും ഒരു പുഴുവാണ്. അതെ, ഞാൻ പറഞ്ഞത് നമ്മളെ പുഴുവാണ്. നമുക്ക് കണ്ണാടിയിലൊക്കെ നമ്മളെ കാണാ. ആ മറ്റേ ശക്തിനെ കുറിച്ച് ഒരു കാറ്റിന്റെ ഫീലും കൂടി നമുക്ക് ഇല്ലേനു. എന്നാ കഥകൾക്കിട്ട് നമ്മളിപ്പോ പഞ്ചമല്ല. നമ്മളിപ്പോ കണ്ടാൽ അതിന്റെ പവർ പോയില്ലേ. പവറല്ലേ, കാണണ്ടാന്നേ, നമുക്ക് കാണാതെ മനസ്സിലാവണ്ടേ. ഉം. അതിനാണല്ലോ ഇപ്പൊ നമ്മളോട് പ്രകൃതിയിലേക്ക് നോക്കാനോ ആകാശത്തേക്ക് ആരാ പറഞ്ഞത് പ്രകൃതിക്ക് നോക്കാന്? അള്ള പറഞ്ഞ്. അള്ളയാണ് അത് പറഞ്ഞത്. നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? അതിലേ ചോദ്യം. അവിടെയല്ല ഇപ്പൊ ഈ സുയിപ്പ് മുത്ത് അതാണല്ലോ. ഇപ്പൊ നിങ്ങളൊരു കിതാബില് അള്ള പ്രകൃതിക്ക് നോക്കാൻ പറഞ്ഞു എന്ന് പറയണു. അത് പറഞ്ഞത് അള്ളയാണെന്ന് പറയണു. അള്ള ഒരാളുടെ അടുത്ത്, ഒരു പ്രകാശത്തിൽ സൃഷ്ടിച്ച ഒരാളുടെ അടുത്ത് കിതാബിന്റെ ഏടുന്ന് ചീന്തി ചീന്തി കൊടുത്തേക്കായിരുന്നു എന്ന് പറയണു. ഇതൊക്കെ ഒരു കഥയല്ലേ. കഥ അല്ല, നമ്മളെ ഉം. ജീവിതം തന്നെ ഒരു കഥ അല്ലേ. ആ അങ്ങനെ കഥ ഉള്ള കഥയും കഥ ഇല്ലാത്ത കഥയും കുറെ ഉണ്ടാവും. ചിലവര് കഥ ഉള്ളതിൽ വിശ്വസിക്കും, ചിലവര് കഥ ഇല്ലാത്തതിൽ വിശ്വസിക്കും, ചിലവര് ഒരു കഥയിലും വിശ്വസിക്കൂല. അത്രേ ഉള്ളന്നേ. ഞാൻ എല്ലാവർക്കും ചേർത്ത് അവസാനം ഒറ്റ ഒന്നാണ്. ഏ എങ്ങനെ അറ്റൊന്ന്. അവസാനം നമ്മള് തല്ലൂടി നമ്മളെ മരിച്ചു പോകും, അത്രേ ഉള്ളൂ. അപ്പൊ ബാക്കി പുറകിൽ വരുന്നവര് തല്ലൂടും. അത് വേറൊന്നുമില്ലെന്നേ. നമ്മൾ ജീവിക്കണ കാലത്ത് നമ്മൾ പരസ്പരം സ്നേഹിച്ച് സന്തോഷമായിട്ട് നമുക്ക് ഉള്ളതും നമുക്ക് അറിയുന്നതും നമുക്ക് ബോധ്യമുള്ളതും നമുക്ക് അനുഭവിക്കാവുന്നതുമായിട്ടുള്ള കാര്യങ്ങളിൽ മനുഷ്യന് സന്തോഷവും സുഖമായിട്ട് ജീവിക്കാനുള്ള സംഗതികൾ ചെയ്തൂടെ? അപ്പൊ നമ്മുടെ ലോകത്ത് സ്വർഗാവൂലേ? അത് അങ്ങനെ തന്നെ ചെയ്യാനാണല്ലോ അള്ള പറഞ്ഞിക്കണത്. അല്ല, അള്ള അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലേ. അള്ള നിങ്ങൾ ഇവിടത്തെ നോക്കണ്ട, ഞാൻ അവിടെ തരാന്ന് പറഞ്ഞേ. അതിന് അല്ലല്ല വേണ്ടിട്ടാണല്ലോ ഇപ്പൊ ആൾക്കാര് പിന്നെ ചാവാനൊക്കെ തയ്യാറായി പോണത്. അല്ല എത്ര മരിക്കാനും കൊല്ലാനും തയ്യാറായിട്ട് ആൾക്കാർ അള്ളാന്റെ മാർഗത്തിൽ ഇറങ്ങി പോണത് അവിടെ കിട്ടാനാണ്, ഇവിടെ ജീവിക്കാനല്ല. അല്ല എത്ര പോരെ നന്മയായ കാര്യങ്ങൾ ജനങ്ങൾ എത്ര ചെയ്യും. പോരെ നന്മ. ഒരു മനുഷ്യന്റെ ജീവിതം വെച്ച് കളിക്കണത് എന്ത് നന്മയാണ്? ഒരു നന്മയില്ല. മനുഷ്യനെ കൊല്ലണതാണ് ഇപ്പൊ. മനുഷ്യരെ ഒന്നാമത് നമ്മളെല്ലാരും മനുഷ്യന്മാരാണ് എന്നൊരു വികാരത്തിൽ ഒന്നിപ്പിക്കാൻ കഴിയാത്ത ഒന്നും ഇവിടെ ഒരു നന്മയും കൊണ്ടുവരാൻ പോകുന്നില്ല. നിങ്ങൾ മനുഷ്യന്മാരനെ ഹിന്ദു എന്നും ക്രിസ്ത്യൻ എന്നും മുസ്ലിം എന്നും വേർതിരിച്ചിട്ട് നിങ്ങൾ അവിടെ എന്ത് നന്മ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം ആദ്യം നിങ്ങൾ ചെയ്യണത് വേർതിരിവാണ്, വകതിരിവാണ്, വിഭജനമാണ്, അപരവൽക്കരണമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ എന്ത് നന്മ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അല്ല ഈ നന്മ ഒരു എന്ന് പറയണതൊക്കെ ഈ തിന്മയിൽ നിന്റെ മോൾക്കാണ് കെട്ടിപ്പൊക്കുന്നത്. പ്രത്യേകിച്ച് ഒരു ഗുണമില്ല അതുകൊണ്ട്. നമ്മളിപ്പോ ഇതില് നന്മ തിന്മകൾ എന്ന് പറഞ്ഞാൽ ഇതിലിപ്പോ ഒരു ഇബിലീസ് വന്നിട്ടുണ്ട്.
ഇബിലീസിന് അപ്പൊ തന്നെ കഴിഞ്ഞില്ലേ നിങ്ങളെ നേരത്തെ പറഞ്ഞ പഠിച്ചോന്റെ കഥ? ഇബിലീസ് എന്തിനാ അപ്പൊ നമ്മളിവിടെ പല പരീക്ഷണങ്ങളും ഇല്ലേ? നമ്മളിപ്പോ എന്തിനാ ഈ പരീക്ഷിക്കണേ? ഇതല്ല, നമ്മളിപ്പോ ഒരു എന്തിനാ പരീക്ഷിക്കണേ? നമ്മളിപ്പോ അള്ളാഹുവിന്റെ വിശേഷണാണ് സർവശക്തൻ അല്ലെ? അല്ല, അത് പരീക്ഷണത്തിന് വേണ്ടിട്ടായിരിക്കാം. സർവജ്ഞാനി പരീക്ഷിക്കുവോ? പരീക്ഷിക്കണല്ലോ. എന്തിന്? ആ അള്ളാഹ്ക്ക് പരീക്ഷിക്കണ്ട. എല്ലാം അറിയില്ലേ? പരീക്ഷിച്ചറിഞ്ഞിട്ട് വേണം അള്ളാഹ്ക്ക്. പരീക്ഷണം എന്ന് പറഞ്ഞാല് ഇപ്പൊ ഇവിടെ പരീക്ഷിക്കാതെ തന്നെ അള്ളാഹ്ക്ക് അറിയില്ലേ എന്താ സംഭവിക്കാന്ന്? ദുനിയാവിൽ തന്നെ പരീക്ഷണം ഇല്ലേ? ഞാൻ ചോദിക്കണത് നമ്മളിപ്പോ എപ്പോഴാണ് നമ്മളിപ്പോ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഒരു മിനിറ്റ്. നിങ്ങളെ വീട്ടില് 3 മക്കളുണ്ട്. ആ വീട്ടിലെ 3 മക്കളില് ആരാണ് ഏറ്റവും സത്യസന്ധൻ എന്ന് നിങ്ങൾ പരീക്ഷിക്കാൻ തീരുമാനിച്ചു നോക്കുക. ആ എന്തുകൊണ്ട് നിങ്ങൾ പരീക്ഷിക്കണേ? നിങ്ങൾക്ക് അത് അറിയാത്തോണ്ടല്ലേ ശരിക്കും. ആ പരീക്ഷിച്ചു കഴിഞ്ഞാൽ അതിനു വേണ്ടി നിങ്ങൾ ചില സംവിധാനങ്ങളൊക്കെ ഒരുക്കി, ചില സൂത്രങ്ങളൊക്കെ പ്രയോഗിച്ചു, ചില സാഹചര്യങ്ങളോട് അവരെ കടത്തി വിട്ടു എന്ന് വിചാരിക്കുക. ആ അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ ചെയ്താൽ എന്താവും നിങ്ങൾക്ക് അറിയാത്തോണ്ടല്ലേ നിങ്ങൾ പരീക്ഷിക്കാൻ തീരുമാനിച്ചത്. ആ മക്കളെ ആ ആ നിങ്ങൾക്ക് മക്കളെ ഇതൊക്കെ ഉത്തരമൊക്കെ ആദ്യമേ അറിയെങ്കിൽ നിങ്ങൾ എന്തിനു പിന്നെ പരീക്ഷിക്കണേ? മക്കള് നമ്മള് ഘട്ടം ഘട്ടമായിട്ട് അപ്പോഴല്ലേ അവരെ പറ്റി അറിയുള്ളൂ. അല്ല, അത് നമുക്ക് അറിയാത്തോണ്ടാണല്ലോ നമ്മൾ പരീക്ഷിച്ചറിയേണ്ടി വരുന്നത്. അതിന്റെ മുമ്പ് തന്നെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഭാവിയും ഭൂതവും വർത്താനമൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് എല്ലാം ഒരു സ്ക്രീനിൽ എന്ന പോലെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ പിന്നെ എന്തിനാ നിങ്ങൾ പരീക്ഷിക്കണേന്ന്? അറിയാമെങ്കിലേ ഒക്കെ അറിയുന്ന ആള് പിന്നെ പരീക്ഷിക്കണോ? പിന്നെ അതല്ല, നമുക്ക് ഇവിടെ ഒരു പരീക്ഷണം ഇല്ലേ? ഞാൻ ചോദിക്കുന്നത് ഒരാള് ഇപ്പൊ അല്ല, ആരാ നമ്മളെ നമ്മളിപ്പോ ഇവിടെ പരീക്ഷിക്കണ പഠിച്ചോനല്ലേ? ഞാൻ കോളേജ് നിങ്ങൾക്ക് ലളിതമായിട്ട് ചോദിച്ചുതരാം. ആ അള്ളാഹു ആണ് ഈ പരീക്ഷണങ്ങളൊക്കെ ഒരുക്കുന്നത് അല്ലെ? ആ അള്ളാഹുവിനാണെങ്കിൽ പരീക്ഷിച്ചു കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് എന്താണെന്ന് അള്ളാഹ്ക്ക് നേരത്തെ അറിയാം അല്ലെ? ആ പിന്നെന്തിനാ അള്ളാഹ് പരീക്ഷിക്കണേ? നേരത്തെ അത് എന്തിനാ പരീക്ഷിക്കണെന്നല്ലേ? ഉത്തരം നേരത്തെ അറിയാലോ. മനുഷ്യന് ഇങ്ങനെ നിങ്ങളോട് ഒരു ചോദ്യം കൂടി ചോദിക്കാം. ഈ ഇബിലീസ് എന്ന് പറയുന്നത് മലക്കല്ല, അത് നിങ്ങൾക്ക് അറിയാലോ അല്ലെ? അത് മലക്കാണ് ജിന്നാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അഭിപ്രായ വ്യത്യാസം ഉണ്ട്, ആയിക്കോട്ടെ. പ്രബലമായ അഭിപ്രായം അഭിപ്രായ ജിന്നുകളിൽ നിന്ന് വ്യത്യാസങ്ങൾ പോരിശ ഉയർത്തിയ ആളാണെന്നാണ്. ജിന്നുകളിൽ നിന്ന് ദർജ ഏറ്റിയിട്ട് കൊണ്ടുപോയ ആളാണെന്നാണ് പ്രബലമായ അഭിപ്രായം അല്ലെ? കോടിക്കണക്കിന് ജിന്നുകൾ ഉണ്ടാവുമല്ലോ, ലക്ഷക്കണക്കിന് ജിന്നുകൾ ഉണ്ടാവും. അതിൽ നിന്ന് അള്ള തെരഞ്ഞെടുത്താണല്ലോ ഇപ്പൊ ഈ ജിന്നിനെ അല്ലെ? അള്ളാഹു ഈ ജിന്നിനെ ഇബിലീസാക്കാൻ വേണ്ടി തന്നെ തെരഞ്ഞെടുത്തല്ലേ അല്ല, ഇബിലീസാക്കാൻ വേണ്ടി തന്നെ തെരഞ്ഞെടുത്തല്ലോ. അങ്ങനല്ലല്ലോ, അത് അള്ളാന്റെ വാക്കുകൾ. അപ്പൊ നിങ്ങൾ അള്ളാനെ കൊച്ചാക്കരുത്. ഈ ഇബിലീസിനെ, ഈ ജിന്നിനെ കൊണ്ടുപോകുമ്പോ അള്ളാഹ്ക്ക് അറിയില്ലേ ഇവൻ നാളെ മേലാക്ക ഞാൻ പറഞ്ഞ അനുസരിക്കൂല, ഇബിലീസ് ആവുന്ന അള്ളാഹ്ക്ക് അറിയില്ലേ? അള്ളാഹ്ക്ക് അറിയില്ലേന്നാ? അത് അള്ളാഹ്ക്ക് അറിയിക്കാരം. അറിയുമെങ്കിൽ അത് അള്ളാഹ് പിക്ക് ചെയ്തതല്ലേ കറക്റ്റ് ആയിട്ട്? അള്ളാഹ്ക്ക് അറിയാമെങ്കിൽ, ഇപ്പൊ അള്ളാഹ്ക്ക് അറിയാം. ഇപ്പൊ അസർപ്പ് പറഞ്ഞൊരു ജിന്നിനെയാണ് കൊണ്ടുപോകണമെന്ന് വിചാരിക്കാം ഇബിലീസ് ആക്കാൻ വേണ്ടിട്ട്. അപ്പൊ അസർപ്പ് നാളെ ഞാൻ പറഞ്ഞത് കേൾക്കാത്തൊരു ഇബിലീസായി മാറുംന്ന് അള്ളാഹ്ക്ക് നേരത്തെ അറിയാമെങ്കിൽ അള്ളാഹ് ഈ അസർപ്പിനെ തന്നെ കൊണ്ടുപോയതിൽ എന്തോ ഒരു കൊനിഷ്ടില്ലേ? ഉണ്ടാവും. ഇനി അള്ളാഹ്ക്ക് അറിയില്ല നോക്ക. അള്ളാഹ്ക്ക് അറിയില്ലെങ്കിൽ അള്ളാഹ്ക്ക് അതുപോലും അറിയാത്ത ഒരാളാണ് എന്നൊരു ചീത്തപ്പേരും വരൂലേ? അപ്പൊ ഇവിടെ എന്തോ ഒരു കുഴപ്പമുണ്ടേ. എന്തായാലും നമ്മൾ പ്രകൃതിയിലും ഈ ഇതിലൊക്കെ നോക്കുമ്പോ ഞങ്ങളോട് ഒരു കാര്യം പറഞ്ഞുതരാ. നിങ്ങളിപ്പോ എന്താ ചോദിച്ചാല്, നിങ്ങൾക്ക് 55 വയസ്സായിന്നല്ലേ പറഞ്ഞേ? ഈ കഥകള് നമ്മള് ഈ രീതിയിൽ ആലോചിച്ചാല് ഏറ്റവും വലിയ ഇബിലീസ് ആരാ നിങ്ങൾക്ക്? ഏറ്റവും വലിയ ഇബിലീസ് അള്ളാഹ്. കാരണം എന്താ അറിയോ? ഒരൊറ്റ ഒരാള് കാരണമാണ് ഇബിലീസ് ഉണ്ടായത്. അല്ലെങ്കിൽ ഇബിലീസ് ഇല്ല ലോകത്തെ. അല്ല, സ്വർഗം നരകം ഉണ്ടാവുമ്പോ അതിനൊരു ഇത് വേണ്ടേ, പരീക്ഷണം വേണ്ടേ? അല്ല, സ്വർഗം നരകം എന്തിനാ നരകം? നിങ്ങൾക്കറിയോ അള്ളാഹ് ഇബിലീസിനെ പടക്കണതിന്റെ മുമ്പ് നരകം പഠിച്ചിക്കണ് ഇല്ലേ? നരകം പഠിച്ചിക്കണ് എന്തിന്? അറിയില്ല, നിങ്ങൾ പറഞ്ഞപ്പോ പഠിച്ചുക്കണു. എന്തിന്? വഴി പഴപ്പിക്കാൻ ആരുമില്ല.
ആ പരീക്ഷണം നടത്താൻ ഭൂമിയിൽ മനുഷ്യന്മാരൊന്നും ഇല്ല. ആ അതിന്റെ മുമ്പ് അള്ള നരകം പഠിച്ചുക്കണെങ്കിൽ അള്ളാന്റെ ദുരുദ്ദേശം എന്തായിരുന്നു? പിന്നെ അള്ളാഹ്ക്ക് ആ നരകത്തിൽ കുറച്ച് മനുഷ്യന്മാരെ കുറച്ച് വിറക് കത്തിക്കാൻ ആള് വേണം. അതിന് നമ്മൾ ഉണ്ടാക്കിയിട്ടു. ഇത്രയല്ലേ ഉള്ളൂ ഇപ്പൊ ഇസ്ലാമിന്റെ കഥ അനുസരിച്ചിട്ട് കഥ. ആ അപ്പൊ അള്ള ക്രൂരനല്ലേ, കാരുണ്യവാനല്ലല്ലോ. അതായത് നിങ്ങളൊരു തീക്കുണ്ടം ആദ്യം പിന്നെ കത്തിക്കുന്നു, ആ. എന്നിട്ട് തൊടു കൂടി നടന്നിട്ട് ഉറുമ്പുകളെ പിടിച്ചോടുന്ന് ദിക്കിടുന്നു. അല്ല നമ്മളിപ്പോ ഇനിയിപ്പോ എത്ര ക്രൂരനാണെന്ന് പറഞ്ഞാലും അള്ളാഹിന്റെ ഖുർആനിൽ പറഞ്ഞ ഗഫൂറാണ്, റഹീം, എന്തായിട്ട് റഹ്മാനാണ്. എന്താ കാര്യം? ഇപ്പൊ ഞാൻ ഇപ്പൊ പൊറുക്കുന്നവനാണ്, ഞാൻ പൊറുക്കുന്നവനാണ്. കരുണാകരൻ എന്നൊരു ഗുണ്ടാത്തലവന് പേരിട്ട് വല്ല കാര്യമുണ്ടോ? അതിപ്പോ എല്ലാരും സ്വർഗത്തില് ആക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോ എന്ത് ചെയ്യാ? വിചാരിച്ചാ ആക്കും. അള്ള വിചാരിച്ചിട്ടില്ല. അത് വിചാരിച്ചാലോ? വിചാരിച്ചാ ആവും. പക്ഷെ അള്ള വിചാരിക്കൂല. അതെന്താ അങ്ങനെ നിങ്ങൾ അങ്ങനെ വാശി പിടിക്കുന്നത്? അള്ള വിചാരിച്ചിട്ടില്ല എന്ന് അള്ള നബിനോട് പറഞ്ഞിക്കണല്ലോ. ആരെയും സ്വർഗത്തില് ഞാൻ ആക്കൂലെന്നോ? ആ, ഞാൻ വിചാരിക്കണ പോലെ ആക്കും, ഞാൻ വിചാരിക്കണ പോലെ നരകത്തിലൂടെന്ന് അള്ള പറഞ്ഞേ. അല്ല അപ്പൊ അള്ളാഹ്ക്ക് തോന്നുകയാണ് ഞാൻ എല്ലാരും സ്വർഗത്തിലാക്കണം എന്ന് വിചാരിച്ചാല്? അതാ പറഞ്ഞെന്ന്. അങ്ങനെ തോന്നണ അള്ളാഹ്ക്ക് എന്തിനാ ഈ നരകം ഉണ്ടാക്കി വെക്കണെന്ന് അതിലെ ചോദിച്ച. എന്തിനാണ് നരകം? പറയും, നിങ്ങൾ പറയും. അതൊക്കെ എല്ലാം ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ശക്തിയായിട്ടുള്ള ഒരാൾക്ക്, നിങ്ങൾ നേരത്തെ പറഞ്ഞ നമ്മള് പുഴുക്കളാണെന്ന്. ഇതുപോലെയുള്ള കുഞ്ഞു പുഴുക്കളെ കൊണ്ട് നിങ്ങള് പിന്നെ എന്താ പറയാ, തൊടിയിൽ കിട്ടുന്ന കുറച്ച് ഉറുമ്പുകളെ ഇങ്ങനെ പിടിച്ചൊരു തീ കൂടത്തിൽ നിങ്ങൾ ഇടുവോ? രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങളെയും കൊണ്ട് കൂട്ടിയാ കൂടുവോ? നിങ്ങളെയും കൊണ്ട് കഴിയുമോ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ നിങ്ങളെ മനസ്സുകൊണ്ട്? എന്താ പറഞ്ഞു മനസ്സിലാ കേട്ടില്ല. നിങ്ങളൊരു തീക്കുണ്ട ഇങ്ങനെ ഉണ്ടാക്കിയിട്ടേ ആ അതിന്റെ ചുറ്റിൽ നടക്കുന്ന ഉറുമ്പുകളൊക്കെ അവിടുന്ന് ഇവിടുന്ന് പിടിച്ചിട്ട് അതിൽ കൊണ്ടുവന്നിട്ട് നിങ്ങളെയും കൊണ്ട് മനസ്സുകൊണ്ട് സമ്മതിക്കും നിങ്ങളെ? അല്ല നമ്മള് ഉപദ്രവകാരികളാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊല്ലുന്നുണ്ടല്ലോ. ഉപദ്രവകാരികളല്ല, വെറുതെ നടക്കണ ഉറുമ്പുകളെ. ഇത് നടക്കുന്ന ഉപദ്രവങ്ങൾ നമ്മൾ കൊല്ലൂല. ആ, അതാ പറഞ്ഞ. അപ്പൊ അല്ലയോ, അല്ല എന്നാ എന്തിനാ ഈ നരകം ഉണ്ടാക്കിക്കണേ? നമ്മൾ പുഴുക്കളല്ലേ. ആ ഈ പുഴുക്കളെ അത് പിടിച്ച് നമ്മളെ നരകത്തിലിട്ടിട്ട് ആജീവനാന്ത കാലം ഈ നരകത്തിലിട്ട് നമ്മളെ പിന്നെ നമ്മളെ പൊരിക്കും. ഈ നരകത്തിൽ ഇടുന്നത് അത്ര ഉറപ്പൊന്നും ഇല്ലല്ലോ. അതങ്ങനെ പറഞ്ഞു അള്ളല്ലേ ഖുർആനിൽ പറഞ്ഞത്. ഉറപ്പ് അള്ള പറഞ്ഞില്ല. ഉദ്ദേശിക്കുന്ന അള്ള നേർവഴിയിലാക്കും നടക്കണേ. ആ ആ, അപ്പൊ അത് നമ്മളെല്ലാരും നേർവയിലാക്കാൻ ഉദ്ദേശിച്ചാലോ? അള്ള ഉദ്ദേശിക്കുന്ന അള്ള വഴികേടിലാക്കും, നരകത്തിലാക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒക്കെ ശരി തന്നെയാണ്. നമ്മളിപ്പോ എല്ലാരും പിന്നെ അള്ള നരകത്തിന് പണ്ടേക്കും പണ്ടേ വാക്ക് കൊടുത്തിട്ടുണ്ട്. ജിന്നുകളിലും മനുഷ്യരിലും പെട്ട വലിയ വിഭാഗത്തെ കൊണ്ട് എന്റെ വയറ് ഞാൻ നിറച്ചു തരാന്ന്. നരകമായിട്ടാണ് അള്ളാഹ്ക്ക് ആകെയുള്ള കരാറ്. പിന്നെ കരാറുള്ളത് ഇബിലീസ് ആയിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് അള്ളയാണ് ഏറ്റവും വലിയ ഇബിലീസ് എന്ന്. അപ്പൊ നമ്മള് ഇപ്പൊ നിങ്ങളെ ഇതുണ്ടല്ലോ, നമ്മള് പിന്നെ മറ്റുള്ള മതസ്ഥര്, അതിപ്പോ നിങ്ങളിപ്പോ നോക്കണ്ട, നിങ്ങളിപ്പോ ഒരു മതത്തിലും പെടാത്ത ആളല്ല. ആ, അപ്പൊ ഈ മറ്റുള്ള മതസ്ഥരെ പറ്റിയിട്ട് നിങ്ങൾ എന്തെല്ലാം ഒരു അഭിപ്രായം എന്താ? ഏത് മതസ്ഥര്? എനിക്ക് മതസ്ഥരെ ഇപ്പൊ നിങ്ങളെ കുറിച്ച് എനിക്ക് മോശം അഭിപ്രായം ഇല്ല. ഒരു മതസ്ഥരെ കുറിച്ചും, അതായത് മതസ്ഥർ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മനുഷ്യന്മാരാണല്ലോ, ഓരോരോ കഥയിൽ വിശ്വസിക്കുന്ന മനുഷ്യന്മാര്. ആ എല്ലാ മനുഷ്യന്മാരാണ്. പാവങ്ങൾ ഓരോരോ കഥകളിൽ വിശ്വസിക്കുന്നു എന്നുള്ളൂ. ആ കഥകളൊക്കെ കഥകൾ തന്നെയാണ്. അപ്പൊ എന്നാലും നമ്മളിപ്പോ ഇവിടെ എന്തെല്ലാം തെറ്റുകൾ ചെയ്യുന്നുണ്ട്. അപ്പൊ തെറ്റുകൾ അതിനൊരു ചെയ്യണ്ടെന്ന് എന്തിനു തെറ്റുകൾ ചെയ്യണേ? അത് നിങ്ങളൊരു കാര്യം മനുഷ്യർക്ക് ചെയ്യാൻ പോകുമ്പോൾ അത് തെറ്റാണ് നിങ്ങൾക്ക് തോന്നിയപ്പോ നിങ്ങൾ ചെയ്യരുത്. എന്തിനാ ചെയ്യണേ? അത് ചെയ്ത നിങ്ങളെ മനസമാധാനം പോകും. അതന്നെ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന ശിക്ഷ. അതന്നെ നിങ്ങളെ നരകം. നിങ്ങൾ നല്ല കാര്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്ന കാര്യം, നിങ്ങൾ വിശക്കുന്ന ഒരു കുട്ടിക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുമ്പോൾ ആ കുട്ടി ചിരിക്കും. അത് കാണുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം വരും. അത് തന്നെ വരും. അതിന് നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. അതിന് ദിക്കറൊന്നും ചെല്ലണ്ട. അപ്പൊ അതിനും കൂലി തരാന്നുള്ള കൂലി പറഞ്ഞിട്ടുണ്ട്. വേണ്ടാന്ന്. അത് ഒരാള് ഒരു ദുരിതത്തിൽ നിൽക്കുന്നു, അയാൾ ആ ദുരിതത്തിൽ സഹായിക്കുന്നു. ആ സഹായിക്കുമ്പോ ആ മനുഷ്യന്റെ മുഖത്തൊരു പുഞ്ചിരി വിരിയും, ഒരു സന്തോഷം വരും. അത് കാണുമ്പോ അതിന്റെ കാരണക്കാരനായിട്ട് നിങ്ങൾക്ക് ഭാഗമാകാൻ പറ്റിയെന്ന് തോന്നുമ്പോ നിങ്ങൾക്കൊരു സന്തോഷം വരും. നിങ്ങളെ സന്തോഷത്തിന്റെ ഹോർമോൺ വർദ്ധിക്കും. അതന്നെയാണ് നിങ്ങളെ സ്വർഗം. അപ്പൊ അത് നിങ്ങൾ പറഞ്ഞത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യണ്ടെന്നാണ് നിങ്ങൾ അത് പറഞ്ഞത്. മതം ആവശ്യമില്ലാന്ന്. അതിന് മതം നിങ്ങൾക്ക് ഇത് ആവശ്യമില്ല. ആസ്വദിക്കാൻ കഴിയൂലെന്ന്. നിങ്ങൾക്ക് ജീവിതത്തിൽ സ്വർഗം ആസ്വദിക്കാൻ കഴിയില്ല. കാരണം നിങ്ങള് ഒരു മനുഷ്യന് ഒരു 10 ഉറുപ്പ്യ കൊടുക്കുമ്പോ ആ 10 ഉറുപ്പ്യ കൊടുത്താൽ എനിക്ക് പഠിച്ചോൻ എന്ത് തരുമായിരിക്കും എന്നുള്ള ആലോചനയിൽ കൊടുത്തിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് അത് എൻജോയ് ചെയ്യാൻ പറ്റില്ല.
മനസ്സിലായോ? അതേ സമയത്ത് എന്റെ സഹജീവിയാണ്, എന്റെ കൂടെ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്, ഒരു ബുദ്ധിമുട്ടിലാണ്, അയാളൊന്ന് സഹായിച്ചാൽ അയാൾ ആ ബുദ്ധിമുട്ട് കരകയറും. ഞാനൊരു ബുദ്ധിമുട്ടിലാവുമ്പോ ആരെങ്കിലും എന്നെ സഹായിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കൂലേ? ആ എന്നതുപോലെ നമ്മൾ അങ്ങനെ സഹായിക്കുകയും അയാൾ ആ ബുദ്ധിമുട്ടിൽ നിന്ന് മറികടക്കുകയും ചെയ്യുമ്പോ ആ മനുഷ്യന്റെ മുഖത്തുണ്ടാവുന്ന സന്തോഷം നിങ്ങളെ മനസ്സിൽ വലിയ സന്തോഷം ഉണ്ടാക്കും. നിങ്ങൾക്കത് അപ്പൊ ഭയങ്കരമായിട്ടുള്ള അനുഭൂതി തരും. അതാണ് സ്വർഗം. അതാണ് സ്വർഗം. അതാണ് സ്വർഗം. അത് ഇവിടെ തന്നെ ഉണ്ട്. അതന്നെ സ്വർഗം. അത് ഇവിടെ തന്നെ ഉണ്ടായി. അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് മരിച്ചു കഴിഞ്ഞാൽ ഒരു ജീവിതം ഇല്ലേ? മരിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ? മരിച്ചില്ലേ? നിങ്ങൾ ജനിക്കണേന്റെ മുമ്പ് നിങ്ങൾ എന്തേന്നു നിങ്ങൾക്ക് അറിയോ? അത് നമുക്കറിയില്ല. അത്ര തന്നെ ഉള്ളു. മരിച്ചു കഴിഞ്ഞാലും അങ്ങനെ ജനിക്കണേന്റെ മുമ്പ് എന്താന്ന് നമുക്ക് അറിയില്ല. മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒക്കെ അറിയാം. ഇത് എവിടുന്ന് കിട്ടിയ വിവരാ? ആരോ പറഞ്ഞ കഥയല്ലേ? മരിക്കണതിന് മുന്നേ ആർക്കൊന്നും അറിയില്ല. ആ പിന്നെ മരിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും വന്നിട്ട് കഥ എഴുതി തന്നിക്കണം ഇവിടെ അങ്ങനെയൊക്കെയാന്ന്. അങ്ങനെ ഉണ്ടെങ്കിൽ അതിന്റെ പവർ പോയില്ലേ? ആ പിന്നെത്തപ്പോ കഥ. അപ്പൊ പിന്നെ ബാക്കിയൊക്കെ കഥയാണ്. നല്ല കഥകൾ കേട്ട് നല്ല രീതിയിൽ നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കാൻ നോക്കി. നമുക്ക് ഇനിയും എപ്പോഴേലും സംസാരിക്കാം. ആ. ആയിക്കോട്ടെ. നിങ്ങളിപ്പോ ഞാനീ പറഞ്ഞത് വെച്ചിട്ട് ഇനി നിങ്ങളെ ചിന്തകളൊന്നും മാറ്റാനൊന്നും പോണ്ട. എന്റെ ചിന്ത ഞങ്ങളോട് പറഞ്ഞെന്ന് മാത്രം. അല്ല, അത് സംഭവം ശരി തന്നെയാണ്. നമ്മളെന്താ വിചാരിക്കുന്ന അറിയോ? ലാസ്റ്റ് നമ്മള് ചെന്ന് എത്തിപ്പെടുന്നത് ആ ശക്തി എന്ന് പറഞ്ഞാൽ അള്ളാന്റെ അടുത്താണ്. എന്താ വെച്ചാൽ ഈ പ്രകൃതി ദുരന്തം അത് ഞാൻ പറഞ്ഞത് അത് അത് അങ്ങനെ ഒരു കഥയിൽ നിങ്ങൾ വിശ്വസിക്കണമെന്നുള്ളൂ. നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു മനുഷ്യന്, ഇങ്ങനത്തെ ഒരു മനുഷ്യന്മാര് എന്ത് കഴിവാണ് നമ്മളടുത്ത് ഉള്ളത് എന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. നമുക്ക് മനുഷ്യന്മാർക്ക് മനുഷ്യന്മാരുണ്ടാക്കിയതായ കഴിവന്നെ ഉള്ളൂ. മനുഷ്യന്മാര് ഉണ്ടാക്കിയ ഒരു ജീവി എന്നുള്ള രീതിയിൽ ഇപ്പൊ ഒരു പോത്തിന് എന്തൊക്കെ കഴിവുണ്ട് വെച്ചാൽ ആ പോത്തിന് ഞാൻ പറഞ്ഞുതരാം. ഒരു പോത്തിന് എന്തൊക്കെ കഴിവുണ്ട് വെച്ചാൽ ആ പോത്തിന്റേതായിട്ടുള്ള ശാരീരികമായിട്ടുള്ള സവിശേഷതകൾ കൊണ്ട് ഉണ്ടാവുന്ന ചില കഴിവുകൾ ഉണ്ടാവും. ആ പോത്തിന് ആ കഴിവുള്ളൂ. മനുഷ്യൻ എന്നുള്ള രീതിയിലുള്ള കുറെ സവിശേഷതകളുണ്ട്. അതുകൊണ്ടുള്ള ചില പ്രത്യേകതകളുണ്ട്. അതിന്റെ മുകളിലേക്ക് മനുഷ്യന്മാരുണ്ടാക്കിയെടുത്ത പ്രത്യേകതകളെ കഴിവുകളുള്ളൂ മനുഷ്യനുള്ളൂ. ഇപ്പോ നിങ്ങൾക്ക് ഒരു പനി വന്നു. കഴിവുണ്ട്. അതന്നെ ഞാൻ നമ്മളെ പറഞ്ഞത്. പണ്ട് നമ്മള് മഹോദരം എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ മരിച്ചു വീണിരുന്നില്ലേ? മരണം എന്തായാലും ഉറപ്പല്ലേ? അതല്ല, മരണുണ്ട്. ഞാൻ ചോദിക്കുന്നത് മഹോദരം വന്നു എന്ന് പറഞ്ഞിട്ട് മരിച്ചു വീണിരുന്നില്ല ആൾക്കാര് പണ്ട്. ഇപ്പം മഹോദരം എന്താന്ന് ആൾക്കാർക്ക് അറിയാം. അത് എവിടെ എത്തി, എവിടെ തുടങ്ങി, എപ്പോ തുടങ്ങി, എന്താണ് ഇപ്പൊ ഇതിന്റെ സ്റ്റേജ്, ഇനി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെ മനുഷ്യന്മാർ അറിയാലോ അല്ലെ? അല്ല, നിങ്ങൾ ശാസ്ത്രമാണ് നിങ്ങൾ കൂടുതലും വിശ്വസിക്കുന്നത്? അല്ല, നമ്മൾ വിശ്വസിക്കണ്ട. നിങ്ങളും ഞാനും ഒക്കെ അത് ശാസ്ത്രത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കൂടുതലും ജീവിക്കുന്നത്. നമ്മളെ ദൈനംദിന ജീവിതത്തിൽ, ഭൗതിക ജീവിതത്തിൽ. നിങ്ങൾക്ക് എന്നെ വിളിക്കണം എന്ന് തോന്നി, നിങ്ങൾ ആരെ ഡിപ്പെൻഡ് ചെയ്തു? മൊബൈൽ ഫോണിനെ. മൊബൈൽ ഫോൺ ശാസ്ത്രത്തിന്റെ സംഭാവനയാണ്. നിങ്ങൾ എന്റെ വീഡിയോ കണ്ടു. നമ്മൾ തമ്മിൽ കണ്ടിട്ടേ ഇല്ലാത്ത രണ്ടാൾക്കാര് പിന്നെ പല വീഡിയോകൾ നിങ്ങൾ കണ്ടു. അതുകൊണ്ടാണല്ലോ നിങ്ങൾ എന്നെ വിളിക്കണം തോന്നിയത്. അപ്പൊ നമ്മളിപ്പോ 1400 വർഷങ്ങൾക്ക് മുന്നേ റസൂല് 7ാം ആകാശത്തേക്ക് പോയി നമ്മളെ പഠിപ്പിക്കണ്ടല്ലോ. കഥയാണേ. അതല്ല, നമ്മളെ സി എം അലിയുല്ലാഹി പിന്നെ ഫ്ലൈറ്റിന്റെ 2 എഞ്ചിനും തകരാറായപ്പോ ഉള്ളം കയ്യിൽ പിടിച്ചിട്ട് റൺവേയിലേക്ക് കൊണ്ടുവന്ന് വെച്ചൊരു കഥയല്ലേ? നിങ്ങൾ വിശ്വസിക്കണ്ടോ? അല്ല, ഞാൻ പറഞ്ഞതല്ല. അല്ല, നിങ്ങൾ വിശ്വസിക്കണ്ട ആ കഥ? അല്ല, ഞാൻ ഇത് പറയും. സി എം അലിയുല്ലാഹി ഫ്ലൈറ്റില് യാത്ര ചെയ്യുമ്പോഴഞ്ഞ് പുറത്ത് പിന്നെ പൈലറ്റ് സി എമ്മിന്റെ ഒരു ഭയങ്കര എന്താ പറയാ വിശ്വാസി ആയതുകൊണ്ടോ? അല്ല, നിങ്ങളെ വിശ്വസിക്കണ്ട അങ്ങനെ സി എമ്മിനെ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നു? ഫ്ലൈറ്റിനെ പിടിച്ചു നിർത്താനാ? ഫ്ലൈറ്റ് എഞ്ചിൻ തകരാറായ ഫ്ലൈറ്റിനെ ഉള്ളം കയ്യിൽ പിടിച്ചിട്ടേ റൺവേയിലേക്ക് കറക്റ്റ് ആയിട്ട് കൊണ്ടുവന്ന് വെച്ച് എല്ലാ മനുഷ്യന്മാരെയും രക്ഷിച്ചു. അത് അങ്ങനൊന്നും നമ്മൾ വിശ്വസിക്കുന്നില്ല. അത് വിശ്വസിക്കാത്ത നിങ്ങൾക്ക് പിന്നെ എങ്ങനെയാണ് പിന്നെ ഈ ഏഴാകാശം എന്ന് പറഞ്ഞാൽ എന്താന്ന് തന്നെ അറിയില്ല. ഇതുവരെ ലോകത്ത് അങ്ങനെ 7 ആകാശം ഉള്ളതായിട്ട് ആരും അറിഞ്ഞിട്ടില്ല. അപ്പോ ഈ ഇങ്ങനെ പ്രപഞ്ചത്തിനൊക്കെ അപ്പുറത്തേക്ക് പോയി പറഞ്ഞിട്ടില്ല. ഇല്ല, ഒരാകാശം തന്നെ അറിഞ്ഞിട്ടില്ല, പിന്നെ 7 അപ്പൊ ശാസ്ത്രം പോണതോ? ആകാശം എന്ന് പറഞ്ഞാൽ എന്താ? ഖുറാനിൽ അള്ളാഹ് പറഞ്ഞ ആകാശം എന്താന്ന്?
നമ്മൾ മോൾക്ക് നോക്കുമ്പോ നീല കളറിൽ കാണുന്ന സാധനല്ലേ, തൂണില്ലാതെ പൊന്തിച്ച് നിർത്തിയ ഒരു മേലാപ്പ് പോലെ ഒരു സാധനം, ഒരു വിധാനം. ആ അങ്ങനെ ഒരു സാധനം അവിടെ ഇല്ല. അത് നിങ്ങൾക്ക് അറിയില്ലേ? അപ്പൊ എന്താ ഉള്ളത് അവിടെ അവിടെ ഒന്നുമില്ല. മേലെ? നമുക്ക് ഇങ്ങനെ തോന്നണതേ, നമ്മളെ കണ്ണിന്റെ ഒരു ഇല്യൂഷൻ എന്നതിന് പറയും. അപ്പൊ അടിയില് പലതും ഉണ്ടല്ലോ. അടിയിൽ എന്താ ഉള്ളത്? അടിയിലും അതേപോലെ തന്നെയാണ്. ഭൂമിയില് ഭൂമി എന്ന് പറഞ്ഞ ഒരു പന്തിന്റെ പോലത്തെ ഒരു സാധനല്ലേ. ആയിക്കോട്ടെ, അതിന്റെ അതിന് അപ്പുറത്ത് പോയാൽ അതിന്റെ ഭാഗം ഈ ഭൂമിക്ക് ഒന്നാമത് ഭൂമിക്ക് അടി എന്ന് പറഞ്ഞ സാധനം ഇല്ല. അല്ല, നമ്മളിപ്പോ ആകാശം താഴെ നമ്മളിങ്ങനെ നിൽക്കുമ്പോ അമേരിക്ക നമ്മളെ താഴെയാണെന്ന് പറയാം, അത്രേ ഉള്ളൂ. അതല്ല മൊത്തത്തില് പ്രശ്നമാണെന്നേ. നിങ്ങൾ കൂടുതൽ ആലോചിച്ച് വെറുതെ ടെൻഷനും കേട്ടണ്ട. അതല്ല ഞമ്മക്കൊരു ഉള്ള ഈമാൻ കളയാൻ നിക്കണ്ട. എന്നോട് വർത്തമാനം പറഞ്ഞപ്പോ അതാണ്ടാവാൻ പോണെ. ഞാനതല്ല ആലോചിക്കണതേ, നമുക്കൊരു ഒരു കൊതുവിനെ പോലും സൃഷ്ടിക്കാൻ പറ്റാത്ത നമ്മള് ഇങ്ങനെ ഓരോ വർത്തമാനം പറയുമ്പോഴേ നമുക്കൊരു കൊതുവിനെ സൃഷ്ടിക്കാൻ പറ്റും. കൊതുകിനെ സൃഷ്ടിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്താ, നമ്മൾ നല്ല ഒന്നാം തരം ഒരു അള്ളാനെ സൃഷ്ടിച്ചില്ലേ? അള്ളാനെ അപ്പൊ അള്ളാനെ നമ്മളല്ലേ സൃഷ്ടിച്ചത് അള്ളാനെ. അള്ള അറിഞ്ഞിട്ടും കൂടി ഉണ്ടാവില്ല അങ്ങനെ ഒരു സംഭവം. നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണം നമുക്ക് തരണി. ആര് അന്ന്? എന്ത് വർത്താനങ്ങൾ ആര് പറഞ്ഞു? തന്നാ? നിങ്ങളെ വയസ്സ് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിൽ 40 വയസ്സാന്നാ പറഞ്ഞില്ലേ? ഈ 40 വയസ്സ് നിങ്ങളെന്താ പറയാ, എനിക്ക് നിങ്ങളോടൊരു സ്നേഹമാണ് തോന്നുന്നത്. നിങ്ങൾ വെറുതെ ഇടങ്ങാറാക്കണ്ട. അല്ല, ഒന്നുമില്ല. ഞാൻ ഇടങ്ങറാക്കണ്ട. അല്ല, ഞാൻ ഇടങ്ങാറാക്കണ്ടെന്ന് വെച്ചിട്ടാണ് പറയാ. ഞാൻ നിങ്ങളെ ഇടങ്ങാറാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാ പറഞ്ഞത്. നിങ്ങളെ ചോദിച്ച് ചിലപ്പോ ഭയങ്കര ടെൻഷൻ ആവുന്നുണ്ട്. അതാ പറഞ്ഞ, നിങ്ങൾക്ക് ടെൻഷൻ ആവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ നിങ്ങളെ ഇടങ്ങാറാക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞത്. അല്ല, എനിക്ക് നിങ്ങൾ നന്നാവുന്നുണ്ട്. ഞാൻ നന്നായിക്കണ്. അല്ല, നിങ്ങൾ ഉദ്ദേശിച്ച പോലത്തെ നന്നാവല് ചിലപ്പോ ഉണ്ടായിക്കൊള്ളുന്നില്ല. നമ്മളെല്ലാരും അവിടെ ഒരുമിച്ച് കൂടാൻ സ്വർഗത്തിൽ ഏത് സ്വർഗത്തില്? നമ്മൾ ഇവിടെ ഭൂമിയിൽ ഒരുമിച്ച് കൂടാൻ പറ്റാത്ത നമ്മൾ ഇനി അവിടെ സ്വർഗത്തില്? അപ്പൊ സ്വർഗം എന്താ വർത്താനങ്ങൾ? ഭൂമിയിൽ നമ്മൾ ജീവിക്കണെങ്കിൽ ആ അപ്പൊ അതേമാതിരി ഉണ്ടാവുമല്ലോ സ്വർഗവും നരകമൊക്കെ. ഇതാണ് നമ്മളെ സ്വർഗെങ്കിലോ? ഇവിടെ ആണെന്നുണ്ടെങ്കില് ഞാൻ നിങ്ങളോട് പറഞ്ഞു, സ്വർഗവും നരകമൊക്കെ നിങ്ങൾക്ക് ജീവിതത്തിൽ അനുഭവിക്കണമെങ്കിൽ ഉള്ള കാര്യം അത്രേ ഉള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് ഉണ്ട് എന്ന് കഥയാണ്. ചിലവര് സ്വർഗത്തിൽ വിശ്വസിക്കുന്നു, ചിലവര് പുനർജന്മത്തിൽ വിശ്വസിക്കുന്നു. അങ്ങനെ പല കഥകളുണ്ടെന്ന്. നമ്മൾ എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഇപ്പൊ നമ്മള് ഒരു പുണ്യം കിട്ടാനല്ലേ? അല്ല, ഞാൻ നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് പുണ്യം കിട്ടാനല്ല, നമുക്ക് മനസ്സിന് നല്ല സന്തോഷവും സംതൃപ്തിയും കിട്ടാനാണ്. മറ്റുള്ളവർക്ക് ഉപകാരം ഉണ്ടാവാനാണ്. നമ്മൾ ജീവിക്കുമ്പോഴേ നമ്മളെ ചുറ്റുമുള്ള മനുഷ്യരെയും കൂടി. പാണ്ഡിറ്റുള്ള ആൾക്കാർ, വിദ്യാഭ്യാസമുള്ള ആൾക്കാരൊന്നും തീരെ സംസാരിക്കുന്നില്ല. ഓൾക്ക് എന്താ അറിയില്ല, എന്നോട് സംസാരിക്കാൻ ഒരു മടിയാണ്. ഞാൻ എന്തായാലും ചോദിച്ചവർക്ക് ദേഷ്യം വരും. ഇങ്ങനെ ആലോചിക്കും, നിങ്ങളോട് ഇത്രയും ഭയങ്കര. നിങ്ങൾക്ക് അറിയണ ഏതെങ്കിലും ഉസ്താദ്മാരോട് ചോദിച്ചു നോക്കി, നമുക്ക് ലിയാഖത്തിനോട് സംസാരിച്ചു നോക്കാന്ന്. ഞാൻ റെഡിയാ. ആ മൊയിലേമാര് പറഞ്ഞത് അങ്ങോട്ട് കൂടുതൽ അങ്ങോട്ട് ഇങ്ങനെ ചിന്തിക്കരുത്, അങ്ങനെ ചിന്തിക്കാൻ പറ്റൂലാത്ത സാധനം. പിന്നെ അള്ള എന്തിനാ ചിന്തിക്കാനുള്ള കഴിവ് കൊടുത്തിക്കണ്? അള്ള ഖുർആൻ പറഞ്ഞ ചിന്തിക്കുന്നില്ലേ എന്നാണ്. എന്നിട്ട് മൗലിയന്മാര് ചിന്തിക്കരുത് അറിയാണ്. എന്ത് മൗലിയന്മാരത്? അവങ്ങളോട് ഉസ്താദിനോട് ചോദിക്കണ്ടേ? അള്ള ഖുർആൻ പറഞ്ഞില്ലേ ചിന്തിക്കാൻ? നിങ്ങളിപ്പോ പറയുകയാണെന്ന് വെച്ചാൽ അള്ളാനെ നേരിട്ട് കാണണം പറഞ്ഞാല് അത്. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല. ഞാൻ അങ്ങനെ ദുർവാശിക്കാരനല്ല. അങ്ങനെ ദുർവാശിയൊന്നുമില്ല. പക്ഷെ അള്ളാനെ ഞാൻ കാണുകയാണെങ്കിൽ അള്ളഹാനോട് രണ്ട് ചോദിക്കാറുണ്ട് എനിക്ക്. എന്തിനാണ് ഇബ്ലീസിനെ പഠിച്ചതെന്നൊന്ന് ചോദിക്കണം. അതിനിപ്പോ ഇവിടുന്ന് ചോദിക്കാൻ പറ്റൂല. നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ട് ചോദിക്കാം. അല്ല, നിങ്ങൾ കിടന്നുറങ്ങിക്കോളി. നിങ്ങൾ ഇഷയൊക്കെ കഴിഞ്ഞല്ലേ? ഇഷയൊക്കെ കഴിഞ്ഞ് ചോറൊക്കെ തിന്നല്ലേ? നിങ്ങള് പിന്നെ ചോദിക്കണേ കുഴപ്പമൊന്നുമില്ല. എനിക്ക് നിങ്ങൾ ചോദിച്ചോടി. ഞാൻ നിങ്ങളെ ഇടങ്ങാറാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അല്ല, നിങ്ങളോട് പലരും ചോദിക്കുന്നുണ്ട്. അപ്പൊ അവരൊക്കെ അവര് ഭയങ്കര ഇടങ്ങറാക്കുന്ന ചോദ്യങ്ങളാ ചോദിക്കുന്നില്ലേ? എന്നോടോ? ഇന്നെ ഇടങ്ങാറാക്കിയ ആളെ എനിക്കങ്ങനെ എന്നെ ആരെങ്കിലും ഇടങ്ങാറാക്കിയത് തോന്നിയിട്ടില്ല. ഞാൻ അങ്ങനെ ഏതെങ്കിലും ചോദ്യത്തിൽ ഇടങ്ങാറായി പോയതായിട്ട് നിങ്ങൾക്ക് തോന്നിയോ എപ്പോഴെങ്കിലും? നിങ്ങളോടാ? നിങ്ങൾ ചോദിക്കണതിന് വ്യക്തമായിട്ട് മറുപടി അവര് തരണില്ല. അതാണ് ഇപ്പൊ ഒന്നാമത്തെ. അതാണേ, ഞാൻ പല ഉസ്താദ്മാരോടും പണ്ട് ചോദിച്ചാണ്, അപ്പോലൊന്നും മറുപടി പറയുന്നില്ല. അതാണല്ലോ കുഴപ്പം. അവർക്ക് വിവരമുള്ള അവർക്ക് പറഞ്ഞൂടെ? വിവരമുള്ളത് പറഞ്ഞാൽ നാട്ടുകാർ ഈമാൻ പോകും, അതാ പ്രശ്നം.
ഈമാൻ പോകുന്ന. ആ അത് ശരി. അതെന്താ അങ്ങനെ? വിവരമുള്ളത് പറഞ്ഞാലേ ആ നാട്ടുകാരെ ഈമാൻ പോവും. ആ, അതാണ് കാര്യം. ഏഹ് എന്തായാലും നമ്മൾക്കേ നമ്മളൊരു പുഴുക്കളാണ് എന്തായാലും. ആയിക്കോട്ടെ. ഒരു ഒരു പ്രകൃതിക്ഷോഭം വരുമ്പോ, ഒരു കോവിഡ് വരുമ്പോ നമ്മൾ വിറച്ച് നിൽക്കണം. നമ്മൾ എന്താണ്, നമുക്കൊരു കഴിവില്ല. അതെ, ആ ഇത്ര ഉള്ള ഒരു മനുഷ്യന് ഇങ്ങനൊക്കെ ഒരു പറയുമ്പോഴേ ഞമ്മക്കൊക്കെ കഴിവുണ്ട്. നമ്മളെ കഴിവിനെ നമ്മൾ തന്നെ കഴിവില്ല പറഞ്ഞാലോ. ഇപ്പൊ ഞാന് ഒരു കഴിവില്ലാത്ത ഞാൻ ഇവിടെ ഇരുന്ന് വീഡിയോ പറഞ്ഞിട്ട് നിങ്ങൾക്ക് അത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്നെ വിളിക്കണം തോന്നിയില്ലേ? അത് പോട്ടെ. അതൊരു കഴിവ് ഇപ്പൊ തന്നെയല്ലേ? നമ്മൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തൊണ്ണൂറ് സംസാരിക്കാൻ വയസ്സ് പറ്റിയില്ലേ? അതൊരു കഴിവല്ലേ? 90 അല്ല 90 വയസ്സ് 100 വയസ്സ് വരെയൊക്കെ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് ഇപ്പൊ കഥയാണേ. ഇപ്പൊ ശാസ്ത്രം പുരോഗമിച്ചപ്പോ ആകെ കിട്ടുന്ന വയസ്സ് ഒരു 50-60 വയസ്സാണ്. അത് തെറ്റാണെന്നേ. അതിപ്പോ നിങ്ങൾ കാണുന്നതല്ലേ. അല്ല, അത് തെറ്റാണ്. ഇപ്പോഴും ഉണ്ട് 100, 110 വയസ്സ് വരെ ജീവിക്കുന്ന മനുഷ്യന്മാര്. എവിടെ അപൂർവമുള്ളൂ. അത്ര തന്നെ ഉള്ളു അന്നും. അല്ലല്ല. അന്ന് എനിക്ക് ഓർമ്മ ഉണ്ട് ഇപ്പത്. എനിക്കിപ്പോ 41 വയസ്സാണ്. ഒരു 25 കൊല്ലം മുമ്പ് നമ്മളെ നാട്ടില് ഒരു 50 വയസ്സാള് എന്ന് പറഞ്ഞാല് വെള്ളയും വെള്ളിയിട്ട് തോർത്തുകൊണ്ട് തലയിൽ കെട്ടി പള്ളീന്റെ മുന്നത്തെ സെഫ് പോയിരിക്കുന്ന കാലാണ് അല്ലേ? ആ ഇപ്പോഴോ ഇപ്പൊ 50 കഴിഞ്ഞ കാക്കമാര് നല്ല ചെറുക്കന്മാരെ തോൽപ്പിക്കണ പോലെ ചെത്തി നടക്കാണ്. എവിടെ ഇന്നൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് 55 വയസ്സായി. അതിന് ഇന്നെ നിങ്ങൾ ഇത് ഈ പഠിച്ചോനെ എന്ന് പറഞ്ഞ് പേടിച്ച് കിടന്നിട്ടാണ്. നിങ്ങളൊരു ആത്മവിശ്വാസം ഇല്ലാത്തതാണ്. നിങ്ങൾ വന്നാ തലയൊക്കെ ഡൈ ചെയ്തിട്ട് നല്ലൊരു പാന്റൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് ഒരു കണ്ണടയൊക്കെ വെച്ച് കുട്ടികളെ ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കി. നിങ്ങളെ വയസ്സ് ഇനിയും കുറയും ഒരു 5 എണ്ണം. കണ്ടിട്ടാണ് അപ്പൊ തന്നെ അറ്റാക്ക് വന്ന് മരിച്ചില്ലേ. എന്താ ഇതിന്റെ കാര്യം? നമ്മളിപ്പോ നല്ലപോലെ എത്ര പോലെ ചെറുപ്പക്കാര് ഇങ്ങനെ മരിക്കണ്. ആര്? എത്ര ചെറുപ്പക്കാര്യങ്ങൾ അറിയണെങ്കി മരിക്കണ്. ചെറുപ്പക്കാര് പണ്ട് ചെറിയ പ്രസവത്തിൽ എത്ര ആൾക്കാർ മരിച്ചിരുന്നു? ഇപ്പൊ അങ്ങനെ കുറവല്ലേ അത്? എവിടെ പ്രസവത്തിൽ മരിച്ചെന്ന് നിങ്ങൾക്ക് അറിയില്ല? നിങ്ങൾക്ക് 55 വയസ്സായിട്ട്? അന്നത്തേക്കാട്ടി മരണപ്പോഴാണ് കൂടുതൽ. തെറ്റാണത്. ശാസ്ത്രം അത് നിങ്ങൾക്ക് അതിനെ കുറിച്ച് ഒരു ധാരണ ഇല്ലാത്തതുകൊണ്ടാണ്. അത് തെറ്റാണ്. അങ്ങനെയല്ല. ആ എന്തായാലും ശാസ്ത്രം ഇത്രയൊക്കെ പുരോഗമിച്ചിട്ട് മനുഷ്യനിക്ക് ഇനിയും പുരോഗമിക്കാണ്ടേ. ശാസ്ത്രം ഇനിയും പുരോഗമിക്കാണ്ട്. നിങ്ങൾ വെയിറ്റ് ചെയ്യേ. എന്ത് പുരോഗമിക്കണം? ഒരു കോവിഡ് നമ്മളിപ്പോ ഞാൻ പറയട്ടെ, നമ്മളിപ്പോ ഒരു കാര്യം, ഒരു കല്യാണം പറയണമെങ്കിൽ അല്ലെങ്കിൽ ഒരാൾ മരിച്ചത് പറയണമെങ്കിൽ കിലോമീറ്ററുകൾ നടന്നു പോയിന്ന ഒരു കാലം ഉണ്ടായിരുന്നില്ലേ? ശാസ്ത്രം പുരോഗമിച്ചില്ലേ ഇപ്പൊ അമേരിക്കന്നാണെങ്കിലും. ഇപ്പൊ ഇനിയും വരും, ഇനി പുരോഗമിക്കും. നമുക്ക് വെയിറ്റ് ചെയ്യാം. അല്ലാതെ ഇപ്പൊ നമ്മളിത് തന്നെ. ശാസ്ത്രം എന്താ പറഞ്ഞെന്നറിയോ? മനുഷ്യന്റെ ആയുസ് ശാസ്ത്രം പറഞ്ഞത് 60 വയസ്സ് തന്നെ ഉള്ളൂ. അല്ലെങ്കിൽ വേറെ പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഈ ശാസ്ത്രം എന്നിട്ട് ഏതോ ഉസ്താദ്മാര് നിങ്ങളെ പറഞ്ഞ് പറ്റിക്കേണ്ടതാ സംഭവം. നിങ്ങൾ ഉസ്താദ്മാര് പറഞ്ഞ ശാസ്ത്രല്ലേ കേട്ടിട്ടുള്ളൂ? ഏതെങ്കിലും ശാസ്ത്രജ്ഞന്മാര് പറഞ്ഞ നിങ്ങൾ കേട്ടിട്ടില്ലല്ലോ. നമ്മൾ ഡോക്ടർമാരോടൊക്കെ ചോദിക്കുമ്പോ അവര് പറഞ്ഞത് അങ്ങനെയാണ്. ഡോക്ടർമാര് ശാസ്ത്രജ്ഞന്മാര് രണ്ടാണ്. എന്നാലും കൊറേയൊക്കെ വിവരം അവർക്ക് ഉണ്ടാവില്ലേ? ഓല് പഠിച്ച വിവരം ഉണ്ടാവും. എല്ലാ മനുഷ്യന്മാരും ആയുസിന്റെ വിവരം എങ്ങനെ ഡോക്ടർമാരത്ത് ഉണ്ടാവുക? അതുള്ളൂ എന്ന് ആകെയുള്ള ആയുസ് 60-70 വയസ്സ് എന്നല്ലാന്ന്. ആവറേജ് വയസ്സൊക്കെ ഇപ്പൊ 80 അടുത്തേക്ക് എത്തി നമ്മുടെ. എവിടെ 80 വയസ്സ്? അത് ശരി. 55-60 ആള് മരിക്കൂല എന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥേ. കോവിഡ് ശരാശരി വരുമാനം എന്നൊരു സംഭവം, ശരാശരി ആയുസ് എന്നൊരു സാധനം ഉണ്ട്. കോവിഡ് വന്നപ്പോ ബേജാറായില്ല എല്ലാരും? എല്ലാരും ബേജാറായി. ഏറ്റവും കൂടുതൽ ബേജാറായത് അള്ളേക്കാരം. ഹജ്ജൊക്കെ നിന്നില്ലേ? ഹജ്ജൊക്കെ നിന്നില്ലേ? അപ്പൊ അള്ളാഹ്ക്കൊരു ബേജാർ എത്ര ഉണ്ടാവും? അത് മാത്രല്ല, ഈ ഒരു മനുഷ്യന് 2 ഇബ്ലീസ് എന്നുള്ള തോതിലല്ലേ നമ്മള് ജുമാക്കൊക്കെ നിന്നത്? നിസ്കാരത്തിനൊക്കെ സഫ് നിന്നതേ. അള്ളാഹ്ക്കെന്തിനാ ബേജാറ്? അതല്ലെന്ന് ലാസ്റ്റ് നമ്മള് നിന്നതേ. ലാസ്റ്റ് നമ്മള് സഫ് നിന്നതേ ഈ കോവിഡിന്റെ സമയത്തൊക്കെ ഒരു മനുഷ്യന് 2 ഇബ്ലീസ്, പിന്നെ ഒരു മനുഷ്യന് പിന്നെ 2 ഇബ്ലീസ്, അങ്ങനെയല്ലേ? അതന്നെ ആയിക്കോട്ടെ. അതിന് അള്ളാഹ്ക്ക് എന്താ ബേജാറ്? അള്ളാഹ്ക്ക് ഇനി അതിലും മേലെ എന്താ? കഅബത്തുനിന്ന് ആള് വരവ് ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് നിക്കണേലും വലിയ ബേജാർ എന്താ അള്ളാഹ്ക്ക്? അള്ളാഹ്ക്ക് ഒരു ബേജാറും അള്ളാഹ്ക്ക് ഇല്ലാത്ത ബേജാറ് നമ്മക്കെന്താ? അള്ളാഹ്ക്ക് ഒരു അള്ള ഉണ്ടാക്കിയ ദീന്, അള്ള ഉണ്ടാക്കിയ മനുഷ്യന്മാര്, അതിൽ അള്ളാഹ്ക്ക് ഇല്ലാത്ത ബേജാറ് നമ്മക്കെന്താ?
നിങ്ങൾ നമ്മക്കാണ് സമാധാനമായിട്ട് ഇരിക്കുക. അല്ല നമ്മളെ നരകത്തിലിടാൻ തീരുമാനിച്ചിങ്ങനെ നമ്മൾ നരകത്തിലെത്തും. അല്ല നമ്മളെ സ്വർഗത്തിലിടാൻ തീരുമാനിച്ചാൽ നമ്മൾ സ്വർഗത്തിലെത്തും. അതല്ലേ നമ്മളെ വിശ്വാസം. അങ്ങനെ ആവട്ടെ, നമ്മളെ സ്വർഗത്തിലാക്കി. അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ അതിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ലെന്ന് അല്ല വിചാരിക്കണേ. സ്വർഗത്തിൽ നമ്മളെല്ലാരും ആക്കട്ടെ എന്ന് പറയുമ്പോൾ ഒരു ആമീൻ പറയും. നിങ്ങൾ പറഞ്ഞോളേ, ഞാൻ പറയാലോ. നിങ്ങൾ ആമീൻ ആമീൻ പറയും. പറഞ്ഞാലും കരിമീൻ പറഞ്ഞാലും ഒക്കെ ഒരേ എഫക്റ്റ് ആണ്. നിങ്ങൾ സമാധാനമായിട്ട് പോയിട്ട് കിടന്നുറങ്ങിക്കോളി. അല്ല എന്താ വിചാരിച്ചിട്ടുണ്ട് അത് നടക്കും എന്ന് നിങ്ങൾ വിശ്വസിച്ചോളി. അത് ശരിയാണ്, ഞാനങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ പിന്നെന്തിനാ നിങ്ങൾ ടെൻഷൻ അടിക്കണേ? പിന്നെ എന്താ പിന്നെ കാര്യയില്? അപ്പൊ നമുക്ക് അങ്ങനെ അവസാനിപ്പിക്കാം. അള്ളാഹ് ഖുർആനിൽ പറഞ്ഞൊരു ഒരു ആയത്ത് നിങ്ങൾക്ക് ഓർമ്മിപ്പിച്ചു തരാം. നിങ്ങൾ വെറുതെ ഇതിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കാതിരിക്കാനാണ്. അതായത് നമ്മൾ എന്ത് കാര്യം തീരുമാനിക്കണം, ആലോചിക്കണം, ഉദ്ദേശിക്കണം എന്ന് അള്ളയാണ് തീരുമാനിക്കുക. മനസ്സിലായോ? ഞാൻ ഉദ്ദേശിക്കാതെ നിങ്ങൾ ഉദ്ദേശിക്കുകയില്ല എന്നുള്ള ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ ഉദ്ദേശിക്കുക പോലും ഇല്ല, പിന്നല്ലേ പ്രവൃത്തി. അതുകൊണ്ട് പിന്നെ നിങ്ങൾ വെറുതെ അതിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട അറിയാം. നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും സംസാരിക്കാം. ഓക്കെ? അതല്ല, ഓരോരോ സംശയം പറയാം. പിന്നെ നമ്മള് അള്ളാഹുവിനെ പിന്നെ പല പേരുകളാണല്ലോ. ഗഫൂറാണ്, റഹീമാണ്. ആർക്കും എന്തും വിളിച്ചോടെ. അള്ള തിരിച്ചു വന്ന് ഒന്നും വിളിക്കൂല എന്നുള്ള ധൈര്യത്തിൽ വിളിക്കണം. ഇതൊക്കെ റഹീമാണ്, റഹ്മാനാണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ലേ, ഇതൊക്കെ അള്ള ഇങ്ങോട്ട് വന്ന് ഒന്നും വിളിക്കൂല എന്നുള്ള ധൈര്യത്തിലാണ് വിളിച്ചുകൂടാണേ. ഖുറാനിൽ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. ഖുറാനിൽ ഇപ്പൊ നന്മയായ കാര്യങ്ങളൊന്നും ആരാ പറഞ്ഞത്? മുഹമ്മദ് നബി പറഞ്ഞതല്ലേ ഖുറാന്? അള്ള പറഞ്ഞതാണെന്ന് പറഞ്ഞ മുഹമ്മദ് നബിയാണ് പറഞ്ഞതല്ലേ? അതന്നെ, അതിൽ നന്മകളായ കാര്യങ്ങളൊന്നുമില്ല. എല്ലാത്തിലും ഉണ്ടാവും. ഏത് പാലർമ വായിച്ചാലും ഏത് മുത്തുച്ചിപ്പിയിലും ചില നന്മകൾ ഉണ്ടാവും. നന്മകൾ ഉണ്ടാ? പിന്നെന്താ, നിങ്ങൾ മുത്തുച്ചിപ്പി വായിച്ചാലും അതിൽ നന്മകൾ കിട്ടും. തിന്മകളും ഉണ്ട് അല്ലേ? പിന്നെന്താ, നന്മയും തിന്മയൊക്കെ ഉണ്ട് അല്ലേ? എല്ലാത്തിലും ഉണ്ടാവുന്നത്. ബാലമംഗളത്തിലും മുത്തുച്ചിപ്പിയിലും മനോരമയിലും മംഗളത്തിലും എല്ലാത്തിലും ഉണ്ടാവും. അല്ല, പരീക്ഷണങ്ങൾ നമ്മളിപ്പോ ഒരു കോളേജിൽ പോവാണ്, കണ്ട ആൻസർ തരാം. എങ്ങനെ? നമ്മളിപ്പോ ഒരു കോളേജിൽ പോയിട്ട് ഇപ്പൊ ഒരു SSLC പരീക്ഷ എഴുതാണ്. അപ്പൊ നമുക്ക് രണ്ട് ആൻസർ അല്ലേ തരാം. ഒന്ന് തെറ്റായ ആൻസർ ഉണ്ടാവും, നല്ല ആൻസർ ഉണ്ടാവും. നിങ്ങൾ ഏത് കോളേജിലെ പണ്ട് SSLC എഴുതിയത്? ആ കാലൊക്കെ കഴിഞ്ഞു. അപ്പൊ ഇപ്പൊ വെറും മറ്റേ ഇതൊന്നും തെറ്റായില്ല. എന്തിനാ വെറുതെ തെറ്റായതൊക്കെ? നമ്മളെ പരീക്ഷ നമ്മളെ ഇത് ഞാൻ പറഞ്ഞ വെച്ചാല് ഇതിലെന്താ അറിയോ, ഇതിപ്പോ നമ്മൾ ഇങ്ങനെ സംസാരിച്ചാല് അവസാനം നിങ്ങൾക്കൊരു വസ്വാസാവും എന്നല്ലാതെ ഞാൻ കടത്തി പറഞ്ഞ നിങ്ങൾക്കൊരു വസ്വാസാവും. ഞാനിപ്പോ തൽക്കാലം അത് ഉദ്ദേശിക്കുന്നില്ലാത്തതുകൊണ്ടാണ്. നമുക്ക് അടുത്ത തവണ സംസാരിക്കുമ്പോ കുറച്ചുകൂടി ആഴത്തിൽ സംസാരിക്കാം. ആദ്യത്തെ ഘട്ടം ഇങ്ങനെ സൗഹൃദത്തിൽ പോട്ടെ. സമാധാനായിട്ടിരിക്കും. ശരി ശരി ശരി, ആയിക്കോട്ടെ.